അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ ഇന്ന് വരെ പൊട്ടു തൊട്ടിട്ടില്ല. അല്ലാതെ പത്മ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണല്ലോ ഞങ്ങൾ കരുതി. കഴിഞ്ഞതാണ്. അവളുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഹായ് സാറേ. താൻ ഇത്ര അടുത്തുണ്ടായിരുന്നു? ദേ ഇവിടെ അടുത്തൊരു വീട്ടിലാണ് ഞാൻ വന്നത്. ആ, സാറെപ്പോഴും ക്ഷേത്രത്തിലേക്ക് വരാറുണ്ടോ? വല്ലപ്പോഴും വരും. ഇന്ന് ഇവിടെ ഒരു അന്നദാനമുണ്ട്. സാറ് നടത്തുന്നതാണോ? അല്ല, ഞാൻ നടത്തുന്നതല്ല. ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു കുടുംബം താമസിക്കുന്നുണ്ടല്ലോ, അവരുടെ മൂത്ത മകളുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പം അയാളുടെ ശ്രാദ്ധ ക്ഷണിച്ചപ്പം ഞങ്ങളും വന്നേ ഉള്ളൂ. അവിടെ താമസിക്കുന്നത് അമ്മയല്ലേ? ശ്രാദ്ധോ? അമ്മയോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആരെയും മൂത്ത മോള്? ആരാ മരിച്ചുപോയത്? അമ്മ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. താൻ എന്താ ഈ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല സാർ. ഈ ചടങ്ങിൽ എനിക്കൂടെ പങ്കെടുക്കാവോ? പിന്നെന്താ? സാറും ആ കുടുംബം തമ്മിൽ നല്ല അടുപ്പമാണോ? ആ, ഇപ്പോൾ ആണ്. അതെന്താ ചോദിക്കാൻ? ഒന്നുമില്ല സാർ, ചോദിച്ചതേ ഉള്ളൂ. ഹരിസാറിനോട് കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ അതറിയും. തൽക്കാലം അതെൻ്റെ അമ്മയാണെന്ന് ഹരിസാറിനോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞാൽ അമ്മ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ സാറ് ഒളിപ്പിക്കാൻ ശ്രമിക്കും. ഇത് ജീവൻ, എൻ്റെ കൂട്ടുകാരന്. ജീവനാ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. തിരിച്ചു കൊണ്ടുവന്നതും ജീവനാ. അന്നദാനത്തിൽ ഞാനും പങ്കെടുത്ത കുഴപ്പമുണ്ടോ? എടോ, അന്നദാനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. പിന്നെ ആൻറ്റിക്ക് നല്ല മനസ്സാ, സ്വന്തം അമ്മയെ പോലെ കാണും. ഞാനൊന്ന് കല്യാണിയെ നോക്കിയിട്ട് വരാം. ഇപ്പോൾ വരാവേ. ശരി.
ഹരിസാറിനോട് ഞാൻ അമ്മയുടെ മകനാണെന്ന് എന്താ പറയാതിരുന്നത്? ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുമ്പോൾ ആരും ഇല്ലാന്നാ പറഞ്ഞിരുന്നത്. പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതിയിട്ട. ഈ അന്നദാനം നടത്തുന്നതിനാ? മരിച്ചുപോയി ആരുടെയെങ്കിലും ആത്മാവിന് വേണ്ടിയിട്ടാണോ? ജ്യോതിയല്ലാതെ അമ്മയ്ക്ക് വേറെ മകളുണ്ടോ? അമ്മ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആരെ ഈ പത്മ? അവരെങ്ങനെ അമ്മയുടെ മോളാവുന്നത്? അവരുടെ ഭർത്താവിൻ്റെ ഓർമ്മ ദിവസം അമ്മ എന്തിനാ അന്നദാനം നടത്തുന്നത്? മോളെ പോലെ സ്നേഹിക്കുന്നവരൊക്കെ സ്വന്തം മോളാകണമെന്നുണ്ടോ? പത്മ എനിക്ക് മകളെക്കാൾ വലുതാ. പത്മ അമ്മയുടെ മകളല്ലെങ്കിൽ പിന്നെ ഹരിയോടും കുടുംബത്തോടും സ്വന്തം മകളാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്?